സ്വഹാബിമാരിൽ ചിലർ ഈ ജീവിതത്തിന്റെ ഓരോ മേഖലയിലുമുള്ള പുണ്യത്തെക്കുറിച്ച് റസൂലുള്ള അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ, ഹദീസ് ലേശം സുദീർഘമാണ്, അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഓരോരുത്തരും അവരവരുടെ ശാരീരികമായ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് തന്റെ ഇണയെ സമീപിക്കുന്നത് പുണ്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു, റസൂലെ അതിനിപ്പോ എന്തിനാ കൂലി? എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ, അതിനിപ്പോ എന്തിനാ പ്രതിഫലം? അപ്പൊ ചില ചോദ്യങ്ങൾക്ക് മറുചോദ്യമാണ് ഏറ്റവും കൃത്യമായ ഉത്തരം. അപ്പൊ റസൂലുള്ള അദ്ദേഹത്തോട് ചോദിച്ചു, അതെ, ഒരാൾ തന്റെ ശാരീരിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് അള്ളാഹു അനുവദിച്ചതല്ലാത്ത മാർഗങ്ങൾ സ്വീകരിച്ചാൽ കുറ്റുണ്ടാവോ? ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി ഒരു വഴികേടിന്റെ വലിയ സാധ്യത തന്നെ തുറന്നു വെച്ച ഈ കാലത്ത് നമ്മൾ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരാൾ തന്റെ ശാരീരിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് അള്ളാഹു അനുവദിച്ചതല്ലാത്ത ഒരു വഴി തേടി എന്ന് വിചാരിക്കാം, അതിന് കുറ്റുണ്ടാവോ? റസൂൽ ഇയാളോട് ചോദിച്ചു, ഈ സഹാബിനോട് ചോദിച്ചു. അപ്പോൾ റസൂൽ, ആ സഹാബി പറഞ്ഞു റസൂലിനോട്, അതിന് കുറ്റുണ്ടാവും, ഉറപ്പല്ലേ? അള്ളാഹ് അനുവദിക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റുണ്ടാവും, ഉറപ്പല്ലേ? അപ്പോ അള്ളാഹ് അനുവദിക്കാത്തതിന്റെ അനന്ത സാധ്യതകൾ മുമ്പിലുണ്ടായിട്ട് അതൊന്നും വേണ്ടെന്ന് വെച്ച്, തന്റെ ശാരീരിക സുഖത്തിന് വേണ്ടി അതൊന്നും വേണ്ടെന്ന് വെച്ച് അള്ളാഹ് അനുവദിച്ചത് മാത്രം തെരഞ്ഞെടുത്ത് അതിൽ മാത്രം തൃപ്തിപ്പെട്ടു നിൽക്കുന്ന ആൾക്ക് കൂലി കൊടുക്കണ്ടേ? ആ ശരിയാണ്, അതിന് പ്രതിഫലം വേണം. അപ്പൊ ആ സഹാബിക്ക് മനസ്സിലായി, ഇത് ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ കച്ചവടക്കാരാണ്, നമ്മൾ കർഷകരാണ്, നമ്മൾ പൊതുപ്രവർത്തകരാണ്, നമ്മൾ പത്രപ്രവർത്തകരാണ്, നമ്മൾ കലാപ്രവർത്തകരാണ്, നമ്മൾ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ മേഖലകളിൽ ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്. അവിടെ തട്ടിപ്പ്, വെട്ടിപ്പ്, ചതി, ഒരുപാട് അള്ളാഹു അനുവദിക്കാത്തത് ചെയ്യാൻ പറ്റും. അതിന്റെ ഒക്കെ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തി വളരുന്നവരെ നമ്മൾ കാണുന്നുമുണ്ട്. അവരൊക്കെ അങ്ങനെ വളരട്ടെ, പക്ഷെ എനിക്കത് വേണ്ട, എനിക്ക് എന്റെ റബ്ബിന്റെ റിള മതി. അതുകൊണ്ട് ഓരോ കാൽവെപ്പിലും അവന്റെ പ്രീതിയുടെ വഴി ഏതാണ് എന്ന് ഓരോ കാര്യത്തിലും നോക്കിക്കൊണ്ടിരിക്കുന്നു, കരുതലോടെ കാൽവെക്കുന്നുവെങ്കിൽ അയാളുടെ ആ അമലുകളൊക്കെ പുണ്യകരമാണ്. അതിനൊക്കെ അദ്ദേഹത്തിന് നാളെ പ്രതിഫലം കിട്ടും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിത്കും മിൻ അഅമാലികും ഷൈഅ. നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ ഒരു പ്രവൃത്തിയും വെറുതെയാവുകയില്ല. ഈ ഒരു പ്രതീക്ഷയോടെ, ഈ ഒരു ബോധ്യത്തോടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിന്റെ അത്തിവാരത്തിൽ പണിതുയർത്താൻ നമ്മൾ സന്നദ്ധമാകണം. അതാണ് ഈ സന്ദർഭത്തിൽ എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് ഉണർത്താനുള്ളത്. സർവശക്തനായ നാഥൻ അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ.